നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ഉലുവയുടെ ആരോഗ്യ ഗുണം നാം അറിഞ്ഞാൽ അത്ഭുതപ്പെടും. ഔഷധ വസ്തുക്കളിൽ ഒന്നാണ് നമ്മുടെ വീടുകളിലെ അടുക്കളയിലെ അതിഥിയായ ഉലുവകൾ. ഉലുവക്കഞ്ഞി ശരീര ആരോഗ്യത്തിന് പണ്ട് മുതൽ സേവിക്കാറുണ്ട്, കഴിക്കാറുണ്ട്. ഉലുവയിട്ട വെള്ളം, അതും ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ, അതേപോലെ തന്നെ പഞ്ചസാരയുടെ അളവിനെ കുറക്കാൻ, ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇബ്നു ഖയ്യിം ജൗസി റഹിമഹുല്ലാ ഖാസിം ബിൻ അബ്ദുറഹ്മാൻ എന്ന മഹാനെ തൊട്ട് ഉദ്ധരിക്കുന്ന വരികളുണ്ട്. നിങ്ങൾ ഹൽബ കൊണ്ട്, അതായത് ഉലുവ കൊണ്ട് ചികിത്സ തേടണം. വഖാല ബഅദുൽ അതിബ്ബായി, ചില വിശഗ്ധരന്മാർ, ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ലൗ അലിമന്നാസു മനാഫിഅഹ ലഷ്തറൂഹ ബിവസ്നിഹ ദഹബ വഫി റിവായത്തിൽ ലഷ്തറൂഹ ബിദ്ദഹബ്. ഉലുവയുടെ മഹത്വം, അതിന്റെ ഔഷധ ഗുണം ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ സ്വർണം വിറ്റിട്ടാണെങ്കിലും അത് വാങ്ങുമായിരുന്നു. ഈ ഒരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമായി ചില ഗ്രന്ഥങ്ങളിൽ കാണാം. പക്ഷേ അതിന്റെ സനദുകൾ പരിശോധിക്കുമ്പോൾ ഉലമാക്കൾ അത് ദഈഫാണെന്ന് വിധി എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും ആരോഗ്യദായകമായ ഒരു ഭക്ഷ്യവസ്തു തന്നെയാണ് ഉലുവ. രക്തത്തിലെ കൊളസ്ട്രോൾ, പ്രമേഹ രോഗം, വാദം, കഫദോഷങ്ങൾ, അതേപോലെ തന്നെ അർശസ്, ചുമ തുടങ്ങിയ അസുഖങ്ങൾക്ക് മരുന്നായി ഉലുവ ഉപയോഗിക്കാറുണ്ട്. പ്രസവശേഷം മുലപ്പാൽ വർധനവിന് വേണ്ടി അരിയോടൊപ്പം ഉലുവ ചേർത്ത് കഞ്ഞി ഉണ്ടാക്കി കുടിച്ചാൽ വളരെ ആരോഗ്യദായകമാണ്, നല്ലതാണ്, ഉത്തമമാണ്. ഭക്ഷണത്തിന് ശേഷം 25 ഗ്രാം ഉലുവ സേവിക്കുന്നത് പ്രമേഹ രോഗത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുമെന്ന് ഹൈദരാബാദിലെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ പുരോഗമന കാലഘട്ടത്തിലാണ് ശാസ്ത്രലോകത്തിന് ഉലുവയുടെ മഹത്വവും മേന്മയും തിരിച്ചറിയാൻ കഴിഞ്ഞതെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിന്റെ മഹത്വം ലോകത്തോട് വിളിച്ചോതിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങളിൽ നിന്ന് മുക്തമായ സുഖജീവിതം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു